ദിലീപിനെ എഴുന്നള്ളിച്ചുകൊണ്ട് വരുന്നു. ആലുവയിലെ വീട്ടിൽ നിന്ന് എറണാകുളത്ത് MG റോഡിലുള്ള ആബാദ് പ്ലാസ ഹോട്ടലിലേക്ക്. എന്തിനാണെന്നറിയാമോ? ആ ഹോട്ടലിലെ 10-ാം നമ്പർ മുറിയിൽ വെച്ചാണ് ഗൂഢാലോചന നടന്നത്. 5-6 വർഷം മുമ്പ് 10-ാം നമ്പർ മുറിയിലൊരു ഗൂഢാലോചന നടന്നു എന്ന് വെച്ചു. ആ മുറിയിൽ ദിലീപിനെയും കൊണ്ടുപോയിട്ട് പോലീസ് എന്താ ചെയ്യാൻ പോകുന്നത്? ഗൂഢാലോചന അവിടെ ആകാശത്ത് നിൽപ്പുണ്ടോ? അത് കണ്ടെടുക്കാൻ എന്തിനങ്ങനെ ഒരു നാടകം നടത്തി? കാരണം ഈ മനുഷ്യനെ പൊതു ഇതിൽ സ്പേസിൽ എഴുന്നള്ളിക്കുക, ആളുകൾക്ക് കളിയാക്കാൻ കൂവാൻ ഒക്കെ അവസരം ഉണ്ടാക്കുക. അത് നടന്നു. ഈ പോലീസ് ജീപ്പ് വരുന്ന വഴിക്കെല്ലാം ജനം കൂവുകയും ആബാദ് പ്ലാസയിൽ ഇറങ്ങുമ്പോൾ കൂവുക, അറുത്ത് പൊളിക്കുക, എന്തെല്ലാം ചെയ്തു. ഇങ്ങനെ ഒരു മനുഷ്യനെ പൊതുജന മധ്യത്തിൽ താറടിക്കാമോ? ഇനി അങ്ങേര് കുറ്റവാളിയാണ് എന്ന് തന്നെ വയ്ക്കുക, അപ്പോഴും ഈ ചെയ്യുന്നത് ശരിയാണ്. ആ മുറിയിൽ പോലീസിന് പോകേണ്ട ഒരു കാര്യമില്ല. ഗൂഢാലോചന നടന്നു. അത് 10-ാം നമ്പർ മുറിയിൽ നടന്നെങ്കിൽ 10-ാം നമ്പർ മുറിയിൽ അന്നുണ്ടായിരുന്ന ആൾക്കാർ ഇപ്പോൾ ഇരിപ്പില്ലല്ലോ. ഒന്നുമില്ല. അതിപ്പോൾ ആ ഹോട്ടലിൽ അവർ വാടകയ്ക്ക് കൊടുക്കുന്നൊരു മുറിയാണ്. അതിലെത്രയോ പേര് പിന്നെ താമസിച്ചു, ഇറങ്ങിപ്പോയി, തൂത്തു തുടച്ചു, സ്പ്രേ ചെയ്തു, എന്തൊക്കെ ചെയ്തു. പക്ഷേ ഗൂഢാലോചന നടന്ന മുറി അന്വേഷിക്കാനായിട്ട്, കണ്ടെത്താനായിട്ട് ദിലീപിനെയും കൊണ്ട് യാത്ര. അത് പ്രകടമായ പോലീസ് അതിക്രമമായിരുന്നു. ഇപ്പോൾ വായിച്ചെത്ത് നോക്കും, നമ്മുടെ സ്വർണ്ണക്കൊള്ളയിൽ പിടിയിലായ വാസുവിനെ പോലീസ് വിലങ്ങ് വെച്ചു. അവർക്കെതിരെ നടപടി ഉണ്ടാകുമെന്നൊക്കെ പറയുന്നു. പ്രകടമായ ഒരു അന്യായമാണ്. വാസു സ്വർണ്ണക്കൊള്ളയിൽ പ്രതിയാണെന്ന് വെച്ചോ. വാസു സ്വർണം കാട്ടിട്ടുണ്ട്, വിറ്റിട്ടുണ്ട്, ഒക്കെ ചെയ്തിട്ടുണ്ട്. ബട്ട് ഈ പ്രായത്തിൽ അയാളെ വിലങ്ങ് വെച്ച് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. വിലങ്ങ് വയ്ക്കാൻ പ്രൊവിഷനുണ്ട്. ബട്ട് ആ പ്രൊവിഷനിൽ സുപ്രീം കോടതിയിലെ ചില നിബന്ധനകളുണ്ട്. ആരെയൊക്കെ വിലങ്ങ് വയ്ക്കാം. ഹാബിച്വൽ ഒഫൻഡർ, ഓടിക്കളയാൻ സാധ്യതയുള്ള ആൾ, ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരെയാണ് വിലങ്ങ് വെച്ച് കൊണ്ടുപോകുന്നത്. വാസു അങ്ങനെയൊന്നുമല്ല. നമ്മളിപ്പോൾ ഞാൻ പറയുകയാണ്, ശബരിമലയിൽ മുഴുവൻ സ്വർണവും കട്ടത് വാസുവാണെന്ന് വെച്ചു. വേറെ ആർക്കും പങ്കില്ല. വാസു നേരിട്ട് വിഴുങ്ങി. അപ്പോൾ പോലും ഇത്രയും പ്രായമായൊരു മനുഷ്യൻ എങ്ങും ഓടിയൊന്നും പോകാൻ പോകുന്നില്ലല്ലോ. 5-6 പോലീസുകാർ കൂടെയുണ്ട്. ഓടിപ്പോകാനൊരു രക്ഷയില്ല. പുള്ളി അടിപിടി കേസിലോ അങ്ങനെ വലിയ ക്രൈം, കാട്ടപ്പാരെടുത്ത് അടിച്ചു അല്ലെങ്കിൽ വെടിവെച്ചു, ഇങ്ങനത്തെ ക്രൈമൊന്നുമല്ല. ഇത് സ്വർണം മോഷ്ടിച്ച കേസാണ്. എന്തിനാണ് വിലങ്ങ് വെച്ചത്? അപ്പോൾ ആ മനുഷ്യനെ മനഃപൂർവ്വം സമൂഹ മധ്യത്തിൽ കൊച്ചാക്കാൻ ഞങ്ങളെന്തോ വലിയ ധൈര്യശാലികളാണെന്ന് വരുത്താൻ.